ഇതായി അൽത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി അൽത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം പരിശുദ്ധമാകുമിത്രിത്വകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം പരിശുദ്ധമാകുമിത്രിത്വകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭയിൽ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഈ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. സീറോ മലബാർ സഭയിലെ അംഗങ്ങളായ നമുക്ക് മാതാവിനോട് പ്രത്യേകമായ ഭക്തിയും ബഹുമാനവും സ്നേഹവുമുണ്ട്. ഈ പരിശുദ്ധ ബലിയിൽ പ്രത്യേകിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. അമ്മയെപ്പോലെ ദൈവത്തോടും ദൈവരാജ്യത്തോടും പൂർണ്ണ വിശ്വസ്തരായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവോന്മുഖരായി ജീവിക്കുവാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ നമ്മുടെ സഭയിലുള്ള നഴ്സസ് മിനിസ്ട്രിയുടെ എല്ലാ അംഗങ്ങളെയും നമ്മൾ അനുസ്മരിക്കുകയാണ്. ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. അതിലൂടെ വിശുദ്ധിയിലേക്കുള്ള പാത തെളിയിക്കുവാനുള്ള അവരുടെ പരിശ്രമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കൃപ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നഴ്സസ് മിനിസ്ട്രിയുടെ അംഗങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇരുന്ന് ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നുണ്ട്. ആ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിലൂടെ നമ്മുടെ നഴ്സുമാരെല്ലാവരും ഏറെ ദൈവിക സ്നേഹവും കരുണയും പങ്കുവയ്ക്കുന്നവരായി മാറുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈ ബലി നമുക്ക് ആരംഭിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം
ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോർച്ചളെ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമീ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിയെന്നൊരങ്ങിലി ഭുവന ദുഃഖമുക്തിയും. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശനെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. അഭയമാർന്നിടുന്നിതാ ഭയമിയെന്ന മാനവർ, ശാന്തി തേടിടുന്നിതാ തന്നിലെന്നുമാകുലർ. താതനെന്ന പോലവേ സുതനുമാത്മനും സദാ, സ്തുതിയനാദികാലവും നിത്യമെങ്ങുമെപ്പോഴും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ.
അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുവിൻ. സഹോദരരെ, പൗലോസ്ലീഹ ഗലാത്തിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ നിയമത്തിന് അധീനനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അവൻ നിയമത്തിന് അധീനരായവരെ വീണ്ടെടുക്കുവാനും അതുവഴി നമുക്ക് ദത്തുപുത്ര സ്ഥാനം ലഭിക്കാനുമാണ്. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവത്താൽ അവകാശിയുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, പാടാമൊന്നായി. ഹല്ലേലൂയാ, 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 പാടാമൊന്നായി. ഹല്ലേലൂയാ,
ഹല്ലേലൂയ. പാവനമായൊരു ഗിരിയുടെ മീതെ തന്നഗരൻ പണി ചെയ്തു നാഥൻ. കർത്താവിന്നു പ്രിയങ്കരമാമി സിയോൻ നഗരൻ നിസ്തുലമല്ലോ. ഇസ്രായേലിനു വേറൊന്നില്ല ഇന്നതു രമ്യകവാടം. താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ. പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ തുടർന്ന് ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈനീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാതാവിൻ്റെ തിരുനാൾ അനുസ്മരിക്കുന്ന ഈ ദിവസം നമുക്ക് ലഭിച്ച വായനകളും അമ്മയോട് ഒരുമിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്, നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. 103 വർഷങ്ങൾക്ക് മുമ്പ് ജസീന്തയ്ക്കും ലൂസിയയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. പശ്ചാത്തപിക്കുക, റിപ്പെൻറ്റ്. എന്നിട്ട് മാതാവ് പറഞ്ഞു, റീബിൽഡ് യുവർ ഫെയ്ത്ത് ഫിൽഡ് ലൈഫ്. വിശ്വാസ ജീവിതത്തെ പുനർജീവിപ്പിക്കുക. ഈ ദൗത്യമാണ് അവർക്ക് കൊടുത്തത്. ഈ സന്ദേശത്തെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബലിയിൽ ധ്യാനിക്കാം. അക്കാലത്ത് ഈ ലോകത്തിലുണ്ടായിരുന്ന സർവ്വതിന്മകളെയും പാപങ്ങളെയും എല്ലാം അനുസ്മരിപ്പിച്ചുകൊണ്ട് മാതാവ് പറയുകയായിരുന്നു, മനസാന്തരപ്പെടുക, പശ്ചാത്തപിക്കുക, വിശ്വാസ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്ന്. അതിനായിട്ട് കൊന്ത ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ കാൽച്ചുവടുകളിലൂടെ നടന്ന് മാതാവിനെ പോലെയായി ഈ ലോകത്തെ യേശുവിലേക്ക് ദൈവോന്മുഖരായിട്ട് ജീവിപ്പിക്കുവാനായിട്ടുള്ള സന്ദേശം കൊടുക്കുകയാണ്. ഇന്ന് ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വചനം ശ്രവിച്ചപ്പോൾ നമ്മൾ കേട്ടു, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച് ശ്രവിക്കുകയുണ്ടായി. ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. വചനം ശ്രവിക്കുകയും അത് യഥാവിധം പാലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ എൻ്റെ സഹോദരിമാരും എൻ്റെ സഹോദരന്മാരും അമ്മയുമാണെന്ന് പറഞ്ഞ ആ വചനത്തെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മാതാവിനെ പിഞ്ചൊന്നുകൊണ്ട് മാതാവിനെ പോലെ ആകുവാനുള്ള പരിശ്രമം നമുക്ക് ആഗ്രഹിക്കാം. ഈ അവസരത്തിൽ അമ്മ ദൈവചിത്തം മനസ്സിലാക്കുകയും വചനം മനസ്സിലാക്കുകയും ദൈവത്തെ അനുഭവിക്കുകയും ആ ദൈവത്തോട് ചേർന്നുകൊണ്ട് വിശ്വസ്തയായിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ച ആ അമ്മ നമുക്ക് മാതൃകയാണ്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നഴ്സസ് മിനിസ്ട്രിയുടെ പ്രത്യേക ദിവസമാണ്. അവരെ മാതാവിൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കുന്ന ദിവസമാണ്. ആ പ്രാർത്ഥന കുർബാനയുടെ അവസാന ഭാഗത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട്.
ഈ സമയത്ത് അവരുടെ ആപ്തവാക്യമായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഓർപ്പിക്കാം, കോൾ ടു ഹോളിനെസ്. വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ മിനിസ്ട്രിയിലൂടെ. എല്ലാ നഴ്സുമാരെയും, പ്രത്യേകിച്ച് ആ മിനിസ്ട്രിയിലൂടെ പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സുമാരെയും വിശുദ്ധിയിലേക്ക് വളർത്തുക. എങ്ങനെ? മാതാവിൻ്റെ പാത പിൻചെന്നുകൊണ്ട് മാതാവിനെ പോലെ ദൈവഹിതം നിറവേറ്റി മഹത്വീകരിക്കപ്പെടുക, അമ്മയോടുകൂടി സ്വർഗത്തിൽ ആനന്ദിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ആ മിനിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ വിലയിൽ ഇന്ന് ഈ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൻ്റെ തിന്മകൾ, നമ്മൾ പാപത്തിൽ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരം, നമ്മുടെ അത്യാർത്തി കൊണ്ടും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും ഈ ലോകത്തിൻ്റെ സ്വാധീനം കൊണ്ടും ഒരുപാട് തിന്മകളിൽ മുഴുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമുക്കൊരു വലിയൊരു വിളിയാകട്ടെ. നമ്മെ എല്ലാവരെയും യേശു വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കണമെങ്കിൽ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയിലൂടെ, കൊന്തയിലൂടെ, അനുതാപത്തിലൂടെ, പരിഹാരത്തിലൂടെ, ബലിയിലൂടെ, അങ്ങനെ അമ്മയെപ്പോലെ നമുക്ക് വിശുദ്ധീകൃതരായി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദം അനുഭവിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേക മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ നഴ്സുമാരെയും വീണ്ടും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മിനിസ്ട്രിയിൽ, അവരുടെ ജോലി സ്ഥലത്ത് ആ അമ്മയെപ്പോലെ വിശ്വാസത്തിൻ്റെ പ്രകാശമായി മാറുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ച് അവരെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി അങ്ങേ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ബോസ്കോ മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തിരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവകൃപാസനത്തിൽ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിൻ്റെ കൃപയാലും കത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു, ധന്യേ കന്യാമ്പേ, മണ്ണിൽ ഭാഗ്യവതി,
വാഴ്ത്തുകയായി ഞങ്ങൾ നൽകി നിത്യസമുന്നതനാം വിണ്ണിൻ നാഥനു ജന്മം നീ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ ബോസ്കോ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും പ്രത്യേകമായി നഴ്സസ് മിനിസ്ട്രിയിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിസ്മയാവഹം രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം. സകലർക്കും വേണ്ടിയുള്ള മിശിഹായുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അവന്റെ ഉത്ഥാനത്തിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം. മാലാഖമാരോടുകൂടി അവന് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാ സ്ത്രീകൾക്കും മാതൃകയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സകലത്തിൻ്റെയും നാഥനായ നിന്റെ പുത്രന്റെ മാതാവും ദാസിയുമാകുവാൻ യോഗ്യയായി തീർന്ന മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. മാലാഖമാരോടുകൂടി നിന്റെ തിരുപുത്രന് ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ തിരുശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ആമേൻ. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ പൂർണ്ണമായും ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു.
മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാ മറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ, സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. മിശിഹായുടെ മാതാവായി പരിശുദ്ധ കന്യകാ മറിയത്തെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇതാ നിന്റെ അമ്മ എന്നരുൾ ചെയ്തുകൊണ്ട് മറിയത്തെ നമുക്കമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. സ്ത്രീകളിൽ അനുഗ്രഹീതയാകുവാൻ മറിയത്തിന് ഭാഗ്യം നൽകിയ പരിശുദ്ധാത്മാവിന് നമുക്ക് കൃതജ്ഞതയർപ്പിക്കാം. പിതാവായ ദൈവത്തിന് സ്തോത്രം ആലപിച്ചുകൊണ്ടും മിശിഹായെ കുരിശിൽ ചുവടുവരെ അനുയാത്ര ചെയ്തുകൊണ്ടും ജീവിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ സ്വർഗീയ കിരീടത്തിന് യോഗ്യരാകത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ ഈ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന് ബലിപീഠം വിശ്വസ്തന്റെ കപടമേ കടങ്ങൾ പൊഴുതിക്കും പാലുമോചനം കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. തുടർന്ന് നമ്മൾ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാ സഹോദരിമാരെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞാ പ്രാർത്ഥന ചൊല്ലാൻ പോവുകയാണ്. എല്ലാ നഴ്സുമാർ, പ്രത്യേകിച്ച് ഈ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട എല്ലാവരും പ്രാർത്ഥനകളെടുത്ത് ഞങ്ങളോടൊപ്പം ചൊല്ലി മാതാവിൻ്റെ ഹൃദയത്തിന് നമുക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഫ്രാൻസിസ്, അവിശ്വാസിയായ പാപി, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ മാമോദീസായിലെ വ്രതങ്ങളെ നവീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു.
പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ആകർഷണങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. അവതരിച്ച ജ്ഞാനമായ യേശുവിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനും ജീവിതത്തിലെ എല്ലാ ദിവസവും സ്വന്തം കുരിശെടുത്ത് അവിടുത്തെ അനുഗമിക്കാനും എന്നത്തേക്കാൾ ഉപരിയായി അവിടുത്തോട് വിശ്വസ്തത കാണിക്കാനും ഞാൻ തീരുമാനിക്കുന്നു. സകല സ്വർഗീയ വൃന്ദങ്ങളിലെയും സാന്നിധ്യത്തിൽ ഇന്ന് അങ്ങയെ എന്റെ അമ്മയും രക്ഷാധികാരിയുമായി തിരഞ്ഞെടുക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ആന്തരികവും ബാഹ്യവുമായ സകല വസ്തുക്കളെയും കഴിഞ്ഞ കാലത്തും ഇക്കാലത്തും വരാനിരിക്കുന്ന സമയത്തുമുള്ള എന്റെ സകല നന്മ പ്രവൃത്തികളുടെയും മൂല്യത്തെയും ഞാൻ അങ്ങേക്ക് ഭരമേൽപ്പിക്കുകയും സമർപ്പിക്കുകയും അങ്ങയുടെ ദാസിയായി മാറുകയും ചെയ്യുന്നു. എന്റെ മേലും എനിക്കുള്ളവയുടെ മേലും യാതൊന്നും മാറ്റിവെക്കാതെ സകല അവകാശവും ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഈ ലോകത്തും നിത്യതയിലും ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി അങ്ങേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിത്യജ്ഞാനം അങ്ങയുടെ മാതൃത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചതിന്റെ യോഗ്യതയാലും അതിനോട് ഐക്യപ്പെട്ടും ആ വസ്തുതയെ പ്രകീർത്തിച്ചും ദയുള്ള കന്യകയെ എന്നെ ദാസിയായി സ്വീകരിച്ചാലും ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും പാപിയായ ഈ മകളുടെ മേലുള്ള അധികാരത്തെ കണക്കിലെടുത്തും മറിയത്തെ പരിശുദ്ധ ത്രിത്വം നന്മകളാൽ നിറച്ചതിന്റെ യോഗ്യതകൾ പരിഗണിച്ചും ഈ സമർപ്പണത്തെ സ്വീകരിച്ചാലും ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും യഥാർത്ഥ ദാസി എന്ന നിലയിൽ അങ്ങയെ അനുസരിച്ചു കൊള്ളാമെന്നും ആദരിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ശ്രേഷ്ഠയായ അമ്മേ, എന്നെ അമ്മയുടെ തിരുക്കുമാരന് ഇഷ്ടമുള്ള ദാസിയായി സമർപ്പിച്ചാലും അങ്ങയുടെ സഹായത്താൽ എന്നെ രക്ഷിച്ച അവിടുന്ന് അങ്ങയുടെ സഹായത്താൽ എന്നെ പൂർണ്ണമായി സ്വീകരിക്കട്ടെ. കാരുണ്യത്തിന്റെ അമ്മേ, ദൈവജ്ഞാനം എന്നിൽ നിറയാനുള്ള കൃപ എനിക്ക് നൽകിയാലും ഈ ലക്ഷ്യത്തിനായി അങ്ങേ സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും നയിക്കുകയും മക്കളെ പോലെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ എന്നെയും സ്വീകരിക്കണമേ. വിശ്വസ്തയായ കന്യകയെ എല്ലാ കാര്യത്തിലും പൂർണ്ണതയുള്ള പുരുഷയാക്കി അങ്ങയുടെ പുത്രിയായി അവതരിച്ച വചനത്തിന്റെ യഥാർത്ഥ ദാസിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി യേശുവിന്റെ ഈ ഭൂമിയിലെ പക്വമായ വളർച്ചയും സ്വർഗത്തിലെ മഹത്വവും ഞാൻ സ്വന്തമാക്കട്ടെ. ആമേൻ. ഈ പ്രതിജ്ഞാ പ്രാർത്ഥനയോടെ നഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാ അംഗങ്ങളെയും എല്ലാ നഴ്സുമാരെയും നമുക്ക് സമർപ്പിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ വളരെ പ്രത്യേകമായിട്ട് സ്തുത്യർഹമായി ഈ മിനിസ്ട്രി ചെയ്യുന്ന എല്ലാ അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. അഭിമന്യ ബോസ്കോ പിതാവിൻ്റെ പേരിലും രൂപയുടെ പേരിലും ഏറെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മിനിസ്ട്രിയിലൂടെ ആധ്യാത്മികതയിൽ വളർന്ന് വിശുദ്ധരായ നഴ്സുമാർ, കുടുംബിനികൾ, സഹോദരന്മാരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഇങ്ങനെയൊരു പ്രാർത്ഥന സംഘടിപ്പിക്കുകയും ഈ നിയോഗത്തിന് ബലിയർപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ദുബായിലുള്ള ഷാലിയെ ഞാൻ പ്രത്യേകം നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലെ ഇതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്ന എബ്രഹാം നാടുകുന്നേൽ അച്ഛനെയും ഓസ്ട്രേലിയയിലെ ഇപ്പോഴത്തെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സോഫിയെയും പ്രത്യേകിച്ച് ഓർത്ത് നന്ദി പറയുന്നു. അവരെടുത്ത ഈ ഉദ്യമത്തിന് 100 മേനി ഫലം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം.
അമ്മേ മരിയേ വിമലാംബികേ, അഭയം തരണേ അമലോത്ഭവേ. ശരണം തേടി നിൻ തൃപ്പാദത്തിൽ അണയുവോർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, നിൻ സുതനോടെന്നും പ്രാർത്ഥിക്കണമേ. അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, നിൻ സുതനോടെന്നും പ്രാർത്ഥിക്കണമേ. കാനായിലെ കല്യാണ വീട്ടിൽ മാധ്യസ്ഥം പുത്രനോടർപ്പിച്ചവളെ, കുരിശിൻ ചോട്ടിൽ ശ്രീയേശുനാഥൻ അമ്മയായി ലോകത്തിനർപ്പിച്ചവളെ. കാനായിലെ കല്യാണ വീട്ടിൽ മാധ്യസ്ഥം പുത്രനോടർപ്പിച്ചവളെ, കുരിശിൻ ചോട്ടിൽ ശ്രീയേശുനാഥൻ അമ്മയായി ലോകത്തിനർപ്പിച്ചവളെ. കുരിശോളം പുത്രനെ പിൻചെന്നവളെ, കുരിശുകൾ പേരിടാൻ തുണയേകണമേ. കുരിശോളം പുത്രനെ പിൻചെന്നവളെ, കുരിശുകൾ പേരിടാൻ തുണയേകണമേ. കനകാലയമേ കരുണാമയനേ, അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, നിൻ സുതനോടെന്നും പ്രാർത്ഥിക്കണമേ. അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, നിൻ സുതനോടെന്നും പ്രാർത്ഥിക്കണമേ.